വളരെ വിചിത്രമായൊരു വാദമാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള കൗൺസിലർ ശബരിനാഥൻ ഇക്കാര്യത്തിൽ ഉന്നയിച്ചത്. അത് ശ്രീലേഖ എന്ന BJP കൗൺസിലറെ പൂർണ്ണമായും ന്യായീകരിച്ചും പിന്തുണയ്ക്കും എന്ന വിധത്തിൽ തന്നെയായിപ്പോയി എന്നതുകൂടിയുണ്ട്. കൗൺസിലർമാർക്ക് ഓഫീസ് നൽകേണ്ടത് ആവശ്യം ഉണ്ട് എന്നൊക്കെ പറയുന്ന ശബരിനാഥൻ MLA ഹോസ്റ്റലിൻ്റെ നിള ബ്ലോക്കിലെ മുറികൾ പ്രശാന്തിൻ്റേതല്ലേ, പിന്നെന്തിനാണ് മണ്ഡലത്തിൽ MLAക്ക് ഓഫീസ് എന്നൊക്കെയാണ് ശബരിനാഥൻ ചോദിക്കുന്നത്. എന്നുള്ള 2 മുറികൾ ശ്രീ VK പ്രശാന്ത് MLAക്കുണ്ട്. ഇപ്പോൾ MLAമാർക്കെല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് MLA ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിൻ്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്. 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അവിടെ പ്രശാന്ത് ചോദിച്ചൊരു ചോദ്യം പ്രധാനമാണ്. അവിടെ MLA ഹോസ്റ്റലാണ്, MLAമാരുടെ വാസസ്ഥലമാണ്. അവിടെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ ഉണ്ട്. അവിടെ വരുന്ന വോട്ടർമാർക്ക് അവിടെ പോകുന്നതിന് അതിൻ്റേതായ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ട്. അതേസമയം സ്വതന്ത്രമായി മണ്ഡലത്തിനകത്തെ MLA ഓഫീസിലേക്ക് ഏതൊരു വോട്ടർക്കും ഏതൊരു പൗരനും നിർബാധം സ്വതന്ത്രമായി മറ്റാരോടും ചോദിക്കാതെ ചെന്ന് കയറാം. ആ വ്യത്യാസമുണ്ട്. 140 മണ്ഡലങ്ങളിലും കേരളത്തിലെ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ MLAമാരെല്ലാം അവരവരുടെ മണ്ഡലങ്ങളിൽ തന്നെയാണ് ഓഫീസ് നടത്തിയിട്ടുള്ളത്. അതേതെങ്കിലും ഒരു വാസസ്ഥലം എന്ന നിലയ്ക്കല്ല കാണേണ്ടത്. MLAമാരുടെ ഓഫീസ് അത് കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. കാരണം വോട്ടർമാരുടെ അവകാശം കൂടിയാണത്. ആ നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയ ചില പണികളുമായി ഇറങ്ങുന്നത്. അതിനെ പിന്തുണയ്ക്കുന്നവരായി കോൺഗ്രസ് മാറാമോ എന്ന ചോദ്യം ഈ കാര്യത്തിലും BJPയുടെ വാദം ഏറ്റെടുക്കുന്നവരായി കോൺഗ്രസ് ഇക്കാര്യത്തിലും മാറാമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്.